ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. ഈ റംദാൻ പുണ്യനാളിൽ ആരോഗ്യത്തോടെ എങ്ങനെ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാമെന്നും പ്രത്യേകിച്ചും PCOD ഫാറ്റി ലിവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് കൂടിയാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൂറ് അത്താഴത്തിന് മുന്നേ ആയിട്ട് 1 ഗ്ലാസ് ക്യൂമിൻ സീഡ്സ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ബ്ലോട്ടിംഗ് കുറയ്ക്കാനും മെറ്റബോളിസം സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകിച്ചും PCOD ഉള്ളവർക്ക് ഇൻസുലിൻ കൺട്രോൾ ചെയ്യാനും നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇനി അത്താഴത്തിലോട്ട് വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ സുഹൂർ പ്ലേറ്റ് ഒരു സ്ലൈസ് ബ്രൗൺ ബ്രെഡും സൈഡ് ഡിഷായിട്ട് എഗ് ഷക്ഷുക്കയും ഹാഫ് സ്ലൈസ്ഡ് ക്യുക്കമ്പറുമാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒഴിച്ച് ഒരു മീഡിയം സൈസിലുള്ള ഓണിയൻ സ്ലൈസായി അരിഞ്ഞതും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും ഒരു പകുതി ടൊമാറ്റോ കുരു കളഞ്ഞതോടെ ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കുറച്ച് മാത്രം മതി. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഗ്രേവി ഒന്ന് സെറ്റാക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സെറ്റായി വന്ന ഗ്രേവിയിലേക്ക് ഒരു ഫുൾ എഗ്ഗും ഒരു എഗ് വൈറ്റും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എഗ്ഗും ഗ്രേവിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള എഗ് ഷക്ഷുക്കയാണ്. അത്താഴത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മളെ ലോങ് ടൈം എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും പെട്ടെന്ന് വിശക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. ഇനി ഇതിന് പകരമായിട്ട് ഓട്സ്, ഗോതമ്പ് കഞ്ഞി, റാഗി പുട്ട്, റാഗി ദോശ, കൂടെ കടലക്കറി, ചെറുപയർ കറി, കോക്കനട്ട് കുറച്ചും ക്വാണ്ടിറ്റി കുറച്ചും കഴിക്കാവുന്നതുമാണ്. ഇനി ഇഫ്താറിന് നോമ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് 1 ഗ്ലാസ് വെള്ളവും 1 ഡേറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസ് വേണ്ടവർക്കായിട്ട് വാട്ടർമെലൻ, ലെമൺ ജ്യൂസൊക്കെ പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ടും കുടിക്കാവുന്നതാണ്. ഇനി സ്നാക്കിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് 51 കാലറി അടങ്ങിയിട്ടുള്ള ഓയിൽ ഫ്രീ വെള്ളക്കടല പക്കോടയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ മിക്സ് ചെയ്യാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒനിയനൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വേവിച്ച വെള്ളക്കടല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്ത് നമ്മുടെ ബാറ്റർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഫ്താറിന് നോർമലി നമ്മളെല്ലാവരും എണ്ണക്കടിയാണ് കൂടുതൽ കഴിക്കാറുള്ളത്. നോമ്പ് കഴിഞ്ഞ് ഓൾറെഡി നമ്മുടെ ബോഡി ടയേർഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഡീപ് ഫ്രൈഡ് സ്നാക്ക് കഴിവതും കുറയ്ക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതുമാണ്. അതിന് പകരമായിട്ട് ഇതേപോലുള്ള പക്കോടാസൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതുമാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഡയറ്റ് ഫ്രണ്ട്ലി
പക്കോട സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ബൗൾ എടുക്കാം. വെജ് സാലഡ്സ്, സൂപ്പൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് ഗ്രീൻ ആപ്പിളും ഒരു ഡേറ്റ്സുമാണ്. ഇനി മെയിൻ കോഴ്സായ ഡിന്നറിലേക്ക് വരാം. ഡിന്നർ കഴിക്കുമ്പോൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പകരം മില്ലറ്റ്സ്, ഗോതമ്പ്, കോണ് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാനും ലൈക്ക് ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് ഫിഷ്, ചിക്കൻ സാലഡ്സ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കാം. ഇന്നത്തെ നമ്മുടെ ഡിന്നർ റെസിപ്പി സിമ്പിൾ ഡ്രസ്സിങ്ങിൽ തയ്യാറാക്കിയ ചിക്കൻ സാലഡാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ സാലഡിന് ആവശ്യമായ 100 ഗ്രാംസ് ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് ക്യുമിൻ സീഡ്സ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ക്യൂബ്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചിക്കനൊക്കെ പാൻ ഗ്രിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സാലഡിന് ആവശ്യമായ ഒരു സിമ്പിൾ ഡ്രസ്സിങ് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി യോഗേർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനൊപ്പം കുറച്ച് ഒറിഗാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ റോസ്റ്റഡ് വൈറ്റ് സെസമി സീഡ്സും കുറച്ച് ഒലിവ് ഓയിലൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പകുതി ക്യുക്കമ്പർ, ക്യാരറ്റ്, ഒനിയൻ, ക്യാപ്സിക്കം ഒക്കെയാണ്. കൂടെ തന്നെ പാൻ ഗ്രിൽഡ് ചെയ്ത ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കിയ ഡ്രസ്സിങ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സാലഡും ഡ്രസ്സും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ചിക്കൻ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് പകരമായിട്ട് ഡിന്നറിന് ചിക്കൻ സൂപ്പ്, ഓട്സ് ചില്ല, റാഗി ദോശ, സ്റ്റീംഡ് വെജീസ്, പനീർ, ഗ്രിൽഡ് ഫിഷ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. ഈ റംദാൻ പുണ്യനാളിൽ നോയമ്പ് നോക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കുറച്ച് ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിനും വലിയൊരു ഗുണം തന്നെയാണ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.